സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പേപ്പർ 2-ൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽ തിയറീസ് ആൻഡ് കണ്ടംപററി അപ്രോച്ചസ് എന്ന ടോപ്പിക്കിലെ ഒരു MCQ മോക്ക് ടെസ്റ്റാണ് ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ കണ്ടക്ട് ചെയ്യാത്ത ഫങ്ഷൻ എന്താണ്? ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ബി. പ്രിപ്പയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻസ് ആൻഡ് റിക്രൂട്ടിംഗ് സ്റ്റാഫ്. സി. സൂപ്പർവൈസിംഗ് ഡെയിലി വർക്ക് ഓഫ് എംപ്ലോയീസ് ഡയറക്ട്ലി. ഡി. പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക് ആൻഡ് റിപ്പോർട്ട് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇതിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യാത്ത ഫങ്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സൂപ്പർവൈസിങ് ഡെയിലി വർക്ക് ഓഫ് എംപ്ലോയീസ് ഡയറക്ട്ലി. അതായത് എംപ്ലോയീസിൻ്റെ ഡെയിലി വർക്ക് സൂപ്പർവൈസ് ചെയ്യുക എന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ചുമതല അല്ല. സൂപ്പർവൈസിങ് ഡെയിലി വർക്ക് ഡയറക്ട്ലി ഈസ് എ ഫങ്ഷൻ ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, നോട്ട് മിഡിൽ ലെവൽ. അത് ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ ചുമതലയാണ് ഡെയിലി വർക്ക് സൂപ്പർവൈസ് ചെയ്യുക എന്നത്. മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ചുമതല അല്ല. അടുത്ത ചോദ്യം, ഗ്ലോബലൈസേഷൻ പ്രൈമറലി ഇൻക്രീസസ് ബിസിനസ് ഇൻ്റർ കണക്ഷൻസ് ത്രൂ. ഗ്ലോബലൈസേഷൻ കൊണ്ട് ബിസിനസ് എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റ് ചെയ്യുന്നത്? ഒൺലി കൾച്ചറൽ എക്സ്ചേഞ്ച്, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, പീപ്പിൾ, ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ, നാഷണൽ സെൽഫ് റിലയൻസ്, റെഡ്യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ മൂലം എന്തൊക്കെയാണ് ബിസിനസ്സിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നത്? എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. ഗുഡ്സിൻ്റെ സാധനങ്ങളുടെ കൈമാറ്റം, പീപ്പിള്, ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ, മൂലധനം, ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ ഇൻ്റഗ്രേറ്റ് എക്കണോമീസ് ബൈ എൻഹാൻസിങ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ. ഈ പറഞ്ഞ ഗുഡ്സും സർവീസസും ടെക്നോളജിയും ക്യാപിറ്റലും അതുപോലെ പീപ്പിളും എല്ലാം ഗ്ലോബലൈസേഷൻ മൂലം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ചലഞ്ച് ഈസ് ക്രിട്ടിക്കൽ ഇൻ മാനേജിങ് എ കൾച്ചറൽ ഡൈവേഴ്സ് ഗ്ലോബൽ വർക്ക് ഫോഴ്സ്? ഒരു കൾച്ചറലി ഡൈവേഴ്സ് ഗ്ലോബൽ വർക്ക് ഫോഴ്സ് മാനേജ് ചെയ്യുമ്പോൾ ഉള്ള ചലഞ്ച് എന്താണെന്നാണ് ഈ ചോദ്യത്തിലൂടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ലീഗൽ കംപ്ലയൻസ് ഒൺലി, ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി, അവോയ്ഡിങ് ഓൾ ടെക്നോളജി യൂസ്, ഇഗ്നോറിങ് ലോക്കൽ ബിസിനസ് പ്രാക്ടീസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലോബൽ വർക്ക് ഫോഴ്സിൽ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി ഈ കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. എഫക്റ്റീവ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഹെൽപ്പ് മാനേജ് ഡൈവേഴ്സിറ്റി ആൻഡ് റെഡ്യൂസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങും മാനേജേഴ്സിന് പരസ്പരമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി വെക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ചെയിൻ കമാൻഡ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ്. ദ ചെയിൻ കമാൻഡ് ഫ്രം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് കമാൻഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ, സ്കെലാർ ചെയിൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആൻസർ സ്കെലാർ ചെയിൻ ആണ്. ചോദ്യം ഇതാണ്, ദ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ്. ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് സ്കെലാർ ചെയിൻ. സ്കെലാർ ചെയിൻ refers to the formal line of authority and communication from top to the bottom.
അടുത്തത് വിച്ച് സ്റ്റഡി ഇൻവോൾവ് അനലൈസിങ് വർക്കർ ആൻഡ് മെഷീൻ മൂവ്മെൻറ്റ് ടു റിമൂവ് വേസ്റ്റേജ്. വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന്. ഫാറ്റിക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, വർക്ക് സ്റ്റഡി. ഇതിലേതാണ് വർക്കറിൻ്റെ അതുപോലെ മെഷീനിൻ്റെയും ടൈമും മറ്റു കാര്യങ്ങളും വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി എന്താണ്? ആൻസർ മോഷൻ സ്റ്റഡിയാണ്. വിച്ച് സ്റ്റഡി ഇൻവോൾവ് അനലൈസിങ് വർക്കർ ആൻഡ് മെഷീൻ മൂവ്മെൻറ്റ് ടു റിമൂവ് വേസ്റ്റേജ്. മോഷൻ സ്റ്റഡിയാണ് ആൻസർ. മോഷൻ സ്റ്റഡി ഇവാലുവേറ്റ് ബോഡി മൂവ്മെൻറ്റ് ടു എലിമിനേറ്റ് അൺനെസസറി മോഷൻസ്. അൺനെസസറി ആയിട്ടുള്ള മോഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി നടത്തുന്നത്. അടുത്തത് വാട്ട് ടേം ഈസ് യൂസ്ഡ് ഫോർ അസംഷൻസ് എബൌട്ട് ദ ഫ്യൂച്ചർ ഡിറൈവ്ഡ് ഫ്രം ഫോർകാസ്റ്റിംഗ് അഫക്റ്റിംഗ് പ്ലാനിങ്. What term is used for assumptions about future derived from forecasting affecting planning? Options are planning premises, business premises, freehold premises, corporate premises. ഇതിൻ്റെ ആൻസർ വരുന്നതാണ് പ്ലാനിങ് premises. What term is used for the assumptions about the future derived from forecasting affecting planning? ആൻസർ പ്ലാനിങ് premises ആണ്. Planning premises are anticipations or assumption that provide a basis for planning. ഒരു പ്ലാനിങ്ങിന് ഒരു ബേസിസ് കൊടുക്കുന്നതാണ് പ്ലാനിങ് premises എന്ന് പറയുന്നത്. അടുത്തത് ദ ഹാർമോണൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്ട് ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾ ഈസ് കോൾഡ്. അതായത് ഇൻഡിവിജ്വൽ എഫേർട്സ് കൊണ്ട് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ്? കോർഡിനേഷൻ, ഡെലിഗേഷൻ, ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ. ആൻസറാണ് കോർഡിനേഷനാണ്. ഇൻഡിവിജ്വൽ എഫേർട്സ് കൊണ്ട് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന പറയുന്ന പേരാണ് കോഓർഡിനേഷൻ. കോഓർഡിനേഷൻ അലൈൻസ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ടുവേർഡ്സ് കോമൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. കോമൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് കോർഡിനേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിനെ കോമൺ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, വിച്ച് മാനേജ്മെൻറ്റ് സ്കിൽ ഈസ് ക്രൂഷ്യൽ ഫോർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡീലിംഗ് വിത്ത് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് വേണ്ട മാനേജ്മെൻറ്റ് സ്കിൽ ഏതാണ്? എന്താണ് താഴെ പറയുന്നതിൽ വേണ്ടത്? ടോപ്പ് ലെവൽ, ഏറ്റവും ടോപ്പിലുള്ള മാനേജേഴ്സിന് വേണ്ട സ്കിൽ എന്താണ്? ടോപ്പിലുള്ള മാനേജേഴ്സിന് വേണ്ട സ്കിൽ എന്താണെന്നാണ് ചോദ്യം. ടെക്നിക്കൽ, ഹ്യൂമൻ, കൺസെപ്ച്വൽ, ഫിനാൻഷ്യൽ. എന്താണ് വേണ്ടത്? കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം. നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് നടത്തുന്നതെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൺസെപ്ച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവൽ മാനേജേഴ്സിന് നല്ല ധാരണ ഉണ്ടാവണം. കൺസെപ്ച്വൽ സ്കിൽസ് എനേബിൾ മാനേജേഴ്സ് ടു സീ ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഓർഗനൈസേഷൻ്റെ മുഴുവനായിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അറിഞ്ഞിരിക്കണം. ആൻഡ് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ഇൻ്റർ റിലേഷൻഷിപ്പ്. അടുത്ത ചോദ്യം, ടെക്നിക്കൽ സ്കിൽ പ്രൈമർലി ഇൻവോൾവ്. ടെക്നിക്കൽ സ്കിൽ എന്തിനാണ് വേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് അബ്സ്ട്രാക്ട് ഐഡിയാസ്, ഇൻട്രാക്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ, യൂസിങ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ടെക്നിക്ക് ഫോർ ടാസ്ക്, മേക്കിംഗ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ എന്താ ചെയ്യുന്നത്? അവർ സ്പെഷ്യലൈസ്ഡ് നോളജ്, ഇപ്പോൾ ഒരു മെഷീൻ വർക്ക് ചെയ്യിക്കുന്ന ആൾക്ക്, ആ ഒരു മാനേജറിന് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിന് എന്താണ്, ആ ഒരു മെഷീനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം നന്നായിട്ട് അറിഞ്ഞാൽ മതി. ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേക ചുമതല മാത്രം അദ്ദേഹത്തിന് നിർവഹിച്ചാൽ മതിയാവും. അതാണ് ടെക്നിക്കൽ സ്കില്ല് എന്ന് പറയുമ്പോഴത്തേക്കും. സ്പെസിഫിക് ടാസ്ക് ഡീൽ ചെയ്യാനുള്ള കഴിവാണ്. ടെക്നിക്കൽ സ്കിൽ പെർട്ടൈൻ ടു യൂസിങ് സ്പെഷ്യലൈസ്ഡ് നോളജ്, ടൂൾസ് ഓർ പ്രൊസീജിയർ ഇൻ എ സ്പെസിഫൈഡ് ഫീൽഡ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിലുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്താൽ മതിയാവും.
അടുത്ത ചോദ്യം, വിച്ച് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഇൻവോൾവ് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വർക്ക് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്? വിച്ച് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഇൻവോൾവ് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വർക്ക് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്? ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണ്? അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വർക്ക് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. അപ്പോൾ അത് വരുന്ന ഓപ്ഷൻസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എൻ്റെ ആൻസർ എന്താണ്? ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് ആണ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസിങ് ഇൻവോൾവ്സ് സ്ട്രക്ചറിങ് ടാസ്ക് ആൻഡ് റിസോഴ്സസ് ടു അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ് എഫിഷ്യൻ്റ്ലി. ചില ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ടാസ്കുകളെ സ്ട്രക്ചർ ചെയ്യുന്നു, അതുപോലെ തന്നെ റിസോഴ്സുകളെ യൂസ് ചെയ്യുന്നു. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ആരാണ്? FW ടൈലറാണ്. നമ്മൾ കുറേ അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ടൈലർ ഡെവലപ്ഡ് ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഫോക്കസിങ് ഓൺ എഫിഷ്യൻസി ത്രൂ ദ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴിയാണ് ടൈലർ എന്ത് ചെയ്തത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത്, പ്രൈമറി ഗോൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഗോൾ എന്താണ്? ഓപ്ഷൻ എ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ത്രൂ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക്. അതായത് സയൻറ്റിഫിക് സ്റ്റഡി വഴി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തേത്, എൻഹാൻസിങ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. സി, പ്രൊമോട്ടിംഗ് എംപവർമെൻറ്റ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡി, എൻകറേജിങ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നതാണ്. അതേപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടുക എന്നതാണ്. എന്തുവഴി? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക് വഴി പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂട്ടുക എന്നുള്ളത് മാത്രമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതിൽ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും വരുന്നില്ല. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എയിംസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മെത്തേഡ് ടു മാക്സിമൈസ് എഫിഷ്യൻസി യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അടുത്ത, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ടൈലേഴ്സ് മോഷൻ സ്റ്റഡി? ടൈലറിൻ്റെ മോഷൻ സ്റ്റഡിയുടെ ലക്ഷ്യം എന്താണ്? അനലൈസ് ബോഡി മൂവ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു ടാസ്ക് പെർഫോമൻസ്. അതായത് ബോഡി മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മോസ്റ്റ് എഫിഷ്യൻറ്റ് വേയിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുക എന്നത്. മെഷർ മാനേജറിയൽ ഡിസിഷൻ ടൈം. സ്റ്റഡി വർക്ക് ഫാറ്റിഗ്. ഡിഫൈൻ ഐഡിയൽ വർക്ക് എൻവയറമെൻറ്റ്. അപ്പോൾ ഇതിലെന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇംപ്രൂവ് ടാസ്ക് എഫിഷ്യൻസി കൂട്ടുക എന്നതാണ് മോഷൻ സ്റ്റഡിയുടെ പ്രത്യേകത. അടുത്തത്, സ്റ്റാൻഡർഡൈസേഷൻ ഇൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഇൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ, യൂണിഫോമിറ്റി ഇൻ എംപ്ലോയി യൂണിഫോം. ക്രിയേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾ ഫോർ ടാസ്ക്. അതായത് ഒരു ടാസ്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതിനെ SOP എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടൂൾസ് ഉണ്ടാക്കുക. അതാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾസ് ഫോർ ദി ടാസ്ക്. ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഡെവലപ്പ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾസ് ടു എൻഷുവർ യൂണിഫോമിറ്റി ആൻഡ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ യൂണിഫോമിറ്റിയും കൂട്ടുക. അടുത്ത എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്? ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞു, അടുത്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. 1 സൂപ്പർവൈസർ ഫോർ ഈച്ച് വർക്കർ. ഒരു വർക്കറിന് ഒരു സൂപ്പർവൈസർ. അടുത്തത്, എ വർക്കർ റിസീവ് ഓർഡർ ഫ്രം മൾട്ടിപ്പിൾ സ്പെഷ്യലൈസ്ഡ് ഫോർമാൻ. അതായത് കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു വർക്കറിന് പല നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു, എന്നിട്ട് അയാൾ വർക്ക് ചെയ്യുന്നു. ഫോർമെൻ ആർ ഓൾസോ മാനേജേഴ്സ്. ഫോർമെൻ ആർ ഇലക്റ്റഡ് ബൈ വർക്കേഴ്സ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കർ മൾട്ടിപ്പിൾ സ്പെഷ്യലൈസ്ഡ് ഫോർമാനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നതാണ്. ഓപ്ഷൻ ബി ആണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡിവൈഡ് സൂപ്പർവിഷൻ എമംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഇതിൽ എന്ത് ചെയ്യുന്നു? സൂപ്പർവിഷൻ ഡിവൈഡ് ചെയ്യുന്നു. വിത്ത് വർക്കർ റിസീവിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം മൾട്ടിപ്പിൾ ഫോർമാനിൽ നിന്നും നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് മേജർ ബെനിഫിറ്റ് ഓഫ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ മേജർ റെസ്പോൺസിബിലിറ്റി എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ഓൺലി, ഇംപ്രൂവ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് കസ്റ്റമർ റോയാലിറ്റി. അതായത് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് ലോയലായിരിക്കുക എന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ്. CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസസ് ബ്രാൻഡ് ഇമേജ് കൂട്ടുന്നു. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ലോയാലിറ്റി, കസ്റ്റമേഴ്സിന് ലോയലായിരിക്കും. അതുപോലെ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ത്രൂ റെസ്പോൺസിബിൾ പ്രാക്ടീസസ് കൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എൻഗേജ്ഡ് ആയിരിക്കും. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ആസ്പെക്റ്റ് ഓഫ് CSR. തന്നിരിക്കുന്നതിൽ CSRുമായിട്ട് ബന്ധം ഇല്ലാത്ത ഏതാണെന്ന് നോക്കുക. കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധം ഇല്ലാത്ത ഏതാണ്? എൻവയറമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, മാക്സിമൈസിങ് പ്രോഫിറ്റ് അറ്റ് ഓൾ കോസ്റ്റ്, ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി. ഇതിൽ CSRുമായിട്ട് ബന്ധം ഇല്ലാത്തത് എന്താണ്? ഓപ്ഷൻ സി ആണ്. CSR എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന അത് മാത്രം അതിൻ്റെ ലക്ഷ്യം അല്ല. മാക്സിമൈസിങ് പ്രോഫിറ്റ് അറ്റ് എന്ത് വില കൊടുത്തും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് മാത്രമല്ല CSRൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. CSR ബാലൻസസ് പ്രോഫിറ്റ് വിത്ത് സോഷ്യൽ ആൻഡ് എൻവയറമെൻറ്റൽ റെസ്പോൺസിബിലിറ്റീസ്, നോട്ട് മാക്സിമൈസിങ് പ്രോഫിറ്റ് അറ്റ് എനി കോസ്റ്റ്. അതായത് എൻവയറമെൻ്റലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ലീൻ മാനേജ്മെൻറ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇതെല്ലാം കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വിവിധ ഭാഗങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ ഈ കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ആൻസർ ചെയ്യാവുന്നതാണ്. ലീൻ മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ മാക്സിമൈസിങ് കസ്റ്റമർ വാല്യൂ ബൈ മിനിമൈസിങ് വേസ്റ്റ് കുറയ്ക്കുക. കസ്റ്റമറിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ട് വേസ്റ്റ് കുറയ്ക്കുക, അതാണ് ലീൻ മാനേജ്മെൻറ്റ്. ഇൻക്രീസിങ് പ്രൊഡക്ഷൻ റിഗാർഡ്ലെസ് ഓഫ് കോസ്റ്റ്, സ്ട്രിക്റ്റ് ഹൈറാർക്കിക്കൽ മാനേജ്മെൻറ്റ്, ഓവർ പ്രൊഡക്ഷൻ ടു മീറ്റ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ലീൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേസ്റ്റേജ് കുറയ്ക്കുമെന്ന് മാത്രം ഓർത്ത് വെക്കുക. ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് വേസ്റ്റ് എന്ന കീവേഡ് മാത്രം ഓർത്ത് വെക്കുക. വേസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ലീൻ മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ മിനിമൈസിങ് വേസ്റ്റ്. ലീൻ എയിംസ് ടു ഡെലിവർ വാല്യൂ വിത്ത് ലെസ് വേസ്റ്റ്, ഇംപ്രൂവിങ് പ്രോസസ് എഫിഷ്യൻസി. വേസ്റ്റ് കുറയുമ്പോഴത്തേക്കും എഫിഷ്യൻസി കൂടും. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ വേസ്റ്റ് ഇൻ ലീൻ മാനേജ്മെൻറ്റ്. ലീൻ മാനേജ്മെൻറ്റിൽ ഇല്ലാത്ത വേസ്റ്റേജ് ഇതാണ്: ഓവർ പ്രൊഡക്ഷൻ, വെയിറ്റിംഗ്, മോഷൻ, സെൻട്രലൈസേഷൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സെൻട്രലൈസേഷനാണ്. ഈ ഓവർ പ്രൊഡക്ഷനും വെയിറ്റിങ്ങും അതുപോലെ മോഷൻസൊക്കെ ലീൻ മാനേജ്മെൻറ്റിൽ വരുന്ന വേസ്റ്റേജുകളാണ്. സെൻട്രലൈസേഷൻ ഈസ് എ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്. സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് അല്ല, അതൊരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ്. അടുത്തത്, കമ്പൻ ഈസ് എ ലീൻ ടൂൾ ദാറ്റ്. കമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൻ ഈസ് എ ലീനിൻ്റെ ടൂളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻസ്: വിഷ്വലൈസസ് ആൻഡ് കൺട്രോൾ വർക്ക് ഇൻ പ്രോഗ്രസ്, ഈസ് യൂസ്ഡ് ഫോർ എംപ്ലോയി ട്രെയിനിങ്, സ്റ്റാൻഡർഡൈസസ് കമ്മ്യൂണിക്കേഷൻ, സെറ്റ് സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ കമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുന്നു, അതുപോലെ കൺട്രോൾ ചെയ്യുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്, ഒരു പ്രോഗ്രസ്സിലുള്ള വർക്ക് കൺട്രോൾ ചെയ്യുകയും അത്
വിഷ്വലൈസ് ചെയ്യുകയുമാണ് എന്തിൽ ചെയ്യുന്നത്, കമ്പനിൽ ചെയ്യുന്നത്. അതൊരു ലീൻ ടൂളാണ്. കമ്പൻ യൂസേഴ്സ് വിഷ്വൽ കാർഡ്സ് ടു മാനേജ് ഔട്ട് വർക്ക് ഫ്ലോ ആൻഡ് ലിമിറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, അടുത്തത് ദ സിസ്റ്റം അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് വ്യൂസ് ആൻഡ് ഓർഗനൈസേഷൻ ആസ്. ദ സിസ്റ്റം അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് വ്യൂസ് ആൻഡ് ഓർഗനൈസേഷൻ ആസ്. സിസ്റ്റം അപ്രോച്ച് ഒരു ഓർഗനൈസേഷനെ എങ്ങനെയാണ് കാണുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷനിങ് സെപ്പറേറ്റ്ലി, എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് സബ്സിസ്റ്റം വർക്കിംഗ് ടുഗദർ, എ റിജിഡ് ഹൈറാർക്കി വിത്ത് നോ ഫീഡ്ബാക്ക്, ഓൺലി എ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ ഒരു സിസ്റ്റം അപ്രോച്ച് എന്താണ്? ഒരു മാനേജ്മെൻറ്റിലെ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് സബ്സിസ്റ്റംസ് വർക്കിംഗ് ടുഗദർ. കുറേ സബ്സിസ്റ്റംസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇറ്റ് സീസ് ഓർഗനൈസേഷൻ ആസ് എ ഇൻ്റഗ്രേറ്റഡ് സബ്സിസ്റ്റം ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. ഓർഗനൈസേഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് സബ്സിസ്റ്റംസ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ കൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദ കണ്ടിജൻസി അപ്രോച്ച് എംഫസൈസസ് ഓൺ. കണ്ടിജൻസി അപ്രോച്ച് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? ദർ ഈസ് വൺ ബെസ്റ്റ് വേ ടു മാനേജ്. മാനേജ്മെൻറ്റ് സ്റ്റൈൽ മസ്റ്റ് അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷണൽ വേരിയബിൾസ്. കണ്ടിജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് സിറ്റുവേഷൻ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അതാണ് ആൻസർ. മാനേജ്മെൻറ്റ് സ്റ്റൈൽ മസ്റ്റ് അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷണൽ വേരിയബിൾ. ഇറ്റ് സപ്പോർട്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റിംഗ് മാനേജ്മെൻറ്റ് മെത്തേഡ് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസസ്. സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് എന്ത് പറയുന്നത്? കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. TQM എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, കട്ടിംഗ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, റെഡ്യൂസിങ് കോസ്റ്റ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ ക്വാളിറ്റി, ഇഗ്നോറിങ് സപ്ലയർ റിലേഷൻഷിപ്പ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അഥവാ TQM എന്താണ്? കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നോക്കുന്നത്. ത്രൂ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ നോക്കുന്നത്. TQM ഇൻവോൾവ് ഓൾ എംപ്ലോയീസ് ഇൻ ഓൺഗോയിങ് എഫേർട്ട് ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ക്വാളിറ്റി. പ്രോഡക്റ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സർവീസ് ക്വാളിറ്റിയും കൂട്ടുക. എന്തുവഴി? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് വഴി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി എ ചാലഞ്ച് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് TQM. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ചാലഞ്ച് എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, എംപ്ലോയി റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അഡിക്വേറ്റ് ട്രെയിനിങ്. ഇതിലെന്താണ് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചലഞ്ച്? എംപ്ലോയീസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എംപ്ലോയീസിന് മാറാനുള്ള ഒരു റെസിസ്റ്റൻസ്, അതാണ് എംപ്ലോയി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് ഈസ് എ മേജർ ഹഡിൽ ഇൻ ദ അഡോപ്റ്റിംഗ് TQM പ്രാക്ടീസസ്. TQM പ്രാക്ടീസിലുള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് എന്ന് ഉള്ളത്. അടുത്ത ചോദ്യം, ഹു emphasize the importance of social and psychological factors in productivity. പ്രൊഡക്ടിവിറ്റിയിൽ സോഷ്യലും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എംഫസൈസ് ചെയ്ത ആരാണ്? FW ടൈലർ അല്ല, അത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചു. മാക്സ് വെബർ, എൽട്ടൺ മേയോ, ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ എന്താ പഠിച്ചത്? ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളാണ് പഠിച്ചത്. FW ടൈലിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുവന്നത് ആരാണ്? ആൻസർ സി ആണ്, എൽട്ടൺ മേയോ ആണ്. എൽട്ടൺ മേയോസ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് കൊണ്ടുവന്നതാണ്
അൽട്ടൺ മേയോ highlighted the impact of social factors on വർക്കർ പ്രൊഡക്ടിവിറ്റി. വർക്കറിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് അൽട്ടൺ മേയോ കൊണ്ടുവന്നിട്ടുള്ളത്. ദ 5S മെത്തഡോളജി ഇൻ ലീൻ മാനേജ്മെൻറ്റ് സ്റ്റാൻഡ് ഫോർ. ലീൻ മാനേജ്മെൻറ്റിലെ 5S മെത്തഡോളജി എന്താണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലെ ആൻസർ എ ആണ്. 5S മെത്തഡോളജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ആദ്യം സോർട്ട് ചെയ്യുക, അടുത്ത സെറ്റ് ഇൻ ഓർഡർ ആക്കുക, പിന്നെ ഷൈൻ ചെയ്യുക, പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, പിന്നെ സസ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് 5S മെത്തഡോളജി ലീൻ മാനേജ്മെൻറ്റിലുള്ളത്? ആദ്യം എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക, രണ്ടാമത്തത് സെറ്റ് ഇൻ ഓർഡർ ആക്കുക, മൂന്നാമത്തത് ഷൈൻ ചെയ്യുക, നാലാമത്തത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അഞ്ചാമത്തത് സസ്റ്റെയിൻ ചെയ്യുക. 5S ഓർഗനൈസസ് ദ വർക്ക് പ്ലേസ് ഫോർ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി. എഫിഷ്യൻസിക്കും സേഫ്റ്റിക്കും വേണ്ടിയാണ് 5S എന്ന് പറയുന്ന മെത്തേഡ് ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് സോർട്ട് ചെയ്യുന്നു, പിന്നെ ഓർഡർ ആക്കുന്നു, പിന്നെ ഷൈൻ ചെയ്യുന്നു, പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, പിന്നെ സസ്റ്റെയിൻ നിലനിർത്തുന്നു. അടുത്ത വിച്ച് മാനേജ്മെൻറ്റ് ലെവൽ റിക്വയർ മോസ്റ്റ് ഹ്യൂമൻ സ്കിൽ. ഏറ്റവും കൂടുതൽ ഹ്യൂമൻ സ്കില്ല് ആവശ്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് മെത്തേഡ് ഏതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, അടുത്തത് ഓൾ ലെവൽ ഈക്വലി. ആൻസർ എന്താണ്? എല്ലാ ലെവലിലും ഹ്യൂമൻ സ്കിൽ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഏത് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, അത് ലോവർ ലെവൽ ആയിക്കോട്ടെ, ഹ്യൂമൻ സ്കില്ല് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഹ്യൂമൻ സ്കിൽ ആർ എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ഇൻട്രാക്ഷൻ അറ്റ് ഓൾ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അടുത്തത് അക്കോർഡിംഗ് ടു ഫയോൾ ഡിസിപ്ലിൻ റിക്വസ്റ്റ്. ഫയോളിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ക്ലിയർ റൂൾസ് ആൻഡ് ഫെയർ പെനാൽറ്റീസ്, സ്ട്രിക്റ്റ് പണിഷ്മെൻ്റ് ഉള്ളി, ഫ്രീഡം വിത്തൗട്ട് മാനേജ്മെൻറ്റ് കൺട്രോൾ, ഇഗ്നോറിങ് എംപ്ലോയീസ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡിസിപ്ലിൻ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവണം? ക്ലിയർ റൂൾസ് ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള പെനാൽറ്റീസ് ഉണ്ടാവണം. റൂൾസ് ലംഘിക്കുന്നവർക്ക് പെനാൽറ്റിയും കൊടുക്കണം. അതാണ് ഫയോളിൻ്റെ ഡിസിപ്ലിനിൽ പറയുന്നത്. ഡിസിപ്ലിൻ ഇൻവോൾവ് ഒബീഡിയൻസ് ടു റെഗുലേഷൻസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡയറക്ഷൻ എൻഷുവേഴ്സ് ദാറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡയറക്ഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റി ഇൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർ ഒരു വർക്കറിന് എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡാണ് ഒരു സൂപ്പർവൈസറിന് ഒരു വർക്കർ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിൽ മാറിപ്പോകരുത്. ഓൾ ഓർഗനൈസേഷൻ യൂണിറ്റ് വർക്ക് ടുവേർഡ് ദ സെയിം ഒബ്ജക്റ്റീവ് അണ്ടർ വൺ പ്ലാൻ. ഒരു പ്ലാനിൻ്റെ അണ്ടറിലായിരിക്കും ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് കോർഡിനേറ്റ് എഫേർട്ട് ടുവേർഡ്സ് ഷെയർഡ് ഗോൾസ്. കോർഡിനേറ്റ് എഫേർട്ടായിരിക്കും ഷെയർഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഡയഗ്നോസ്റ്റിക് സ്കിൽസ് ഇൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ്. ഡയഗ്നോസ്റ്റിക് സ്കിൽസ് എന്താണ്? യൂസിങ് ടെക്നോളജിക്കൽ ടൂൾസ് ഫോർ ദി പ്രൊഡക്ഷൻ. ഡയഗ്നോസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? അക്വയറിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ടു ഐഡൻറ്റിഫൈ കോസ് ഓഫ് ചേഞ്ച്, മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, ഡെലിഗേറ്റിംഗ് വർക്ക് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഡയഗ്നോസ്റ്റിക് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? അക്വയറിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ടു ഐഡൻറ്റിഫൈ കോസസ് ഓഫ് ചേഞ്ച്. അക്വയറിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ അക്വയർ ചെയ്യുകയും അതുപോലെ അനലൈസ് ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡൻറ്റിഫൈ കോസസ് ഓഫ് ചേഞ്ച്. കോസസ് ഓഫ് ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ അക്വയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്
ഡയഗ്നോസ്റ്റിക് സ്കിൽ. ഡയഗ്നോസ്റ്റിക് സ്കിൽ ഹെൽപ്പ് മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് ആൻഡ് ഡിവൈസ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ ഈ സിലബസിലെ മേജർ പോർഷൻസ് നമ്മൾ 2 സീരീസുമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ഈ ഒരു ടോപ്പിക്കിന് മാത്രമായിട്ട് ഉണ്ടാവുന്നതാണ്. അതും കാണുക.